ഓക്കെ, നമ്മുടെ ഈ ഉച്ചഭാഷിണി ശല്യം നിയന്ത്രിക്കുവാൻ ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധികൾ നടപ്പിലാക്കണമെന്നും സർക്കാർ ഉത്തരവുകൾ നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നാസ്തിക് നേഷൻ സംഘടിപ്പിക്കുന്ന പൊതുജനങ്ങളുടെ അഭിപ്രായവും അവരുടെ ഒപ്പ് ശേഖരിക്കലുമാണ് നമ്മളിവിടെ നടത്തുന്നത്. പല സ്വതന്ത്ര ചിന്താ ഗ്രൂപ്പുകളുടെയും പ്രവർത്തന ഫലമായി, വ്യക്തികളുടെ പ്രവർത്തന ഫലമായും കോടതികളും സർക്കാരുകളും ഇതിന് പല പല നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ വിധി തന്നെ ഉണ്ട് ശബ്ദശല്യം നിയന്ത്രിക്കുന്നതിന് വേണ്ടി. ശബ്ദം ഒരു മലിനീകരണമാണെന്നും മറ്റു മലിനീകരണങ്ങൾ പോലെ അതും ഒരു മലിനീകരണമാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. എന്നാലും പൊതുബോധത്തിൽ ഈ മലിനീകരണം അത്ര ശ്രദ്ധിക്കപ്പെടാതെ അവഗണിക്കുകയാണ്. പഠിച്ചവരും അതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയവരും ഇതിൻ്റെ അപകടങ്ങളെക്കുറിച്ചൊക്കെ പല പല ലേഖനങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. സർക്കാരും കോടതികളും അതിനെ ഗൗരവത്തിലെടുത്തിട്ടുണ്ട്. എന്നാൽ പോലും ഇന്നും ഇത് നടപ്പിലാക്കുവാൻ നമ്മുടെ നിയമസമിതിയിൽ നിന്നുകൊണ്ടുള്ള ആൾക്കാർ തയ്യാറാകുന്നില്ല. കാരണം അത് മിക്കവാറും ശബ്ദം ഉച്ചഭാഷകൾ ഉപയോഗിക്കുന്നത് ഭൂരിഭാഗവും മത ആരാധനാലയങ്ങളാണ്. മത ആരാധനാലയങ്ങളിലെ നടപടി എടുക്കുവാൻ ഇവർ മടിക്കുന്നുണ്ട്. അത് മതത്തിൻ്റെ ആഘോഷങ്ങളെ ഭയക്കുന്നതിൻ്റെ ഭാഗമായി കാണാം. എന്നാലും ഇതിൻ്റെ ആപത്തുകൾ പൊതുസമൂഹത്തിന് വളരെ വലുതാണ്. പ്രത്യേകിച്ച് ശാസ്ത്രീയപരമായി ഈ ശബ്ദത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള അളവുകോലുകൾ നിലവിൽ ഡിസിബിൾ എന്നാണ് കണക്കാക്കുന്നത്. അതായത് 70 മുകളിൽ ഡിസിബിൾ നമ്മൾ തുടർച്ചയായി കേട്ടാൽ അത് ആരോഗ്യ പ്രശ്നവും കേൾവിക്കുറവിനും കാരണമാകുമെന്ന് ആരോഗ്യവകുപ്പ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഉത്സവങ്ങളുടെ ഉച്ചഭാഷകളുടെ ഡിസിബിൾ പറയുന്നത് 100 മുകളിലാണ്. അതായത് ഒരു വെടിക്കെട്ടിൻ്റെ ഡെസിബിൾ എന്ന് പറയുന്നത് 150. അപ്പോൾ ഇത്രയും അളവിലുള്ള ശബ്ദം മനുഷ്യൻ കേട്ടാൽ അവൻ്റെ മസ്തിഷ്കത്തിലുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് ന്യൂറോ സയൻസിനെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഗർഭസ്ഥ ശിശുവിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ആരോഗ്യവകുപ്പ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് വരുന്ന വൈകല്യങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ചും അവർ കൃത്യമായി പറഞ്ഞു. ഇത്രയും പഠനങ്ങളും ഗവേഷണങ്ങളും നടന്നിട്ട് പോലും പൊതുബോധത്തിന് ഇപ്പോഴും ഇത് ഒരു മാലിന്യമല്ലാതെ കാണപ്പെടുന്നത് വളരെ ദുഃഖകരമായ കാരണങ്ങളാണ്. അതുകൊണ്ട് ശക്തമായ രീതിയിൽ നിരോധനങ്ങളും നടപടികളും ഉണ്ടായാൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. നമുക്ക് മനസ്സിലാക്കാം, പുകവലി ഒരു സാമൂഹ്യ വിപത്താണെന്നും ആരോഗ്യ പ്രശ്നമാണെന്നും മുൻകാലങ്ങളിൽ പറഞ്ഞപ്പോൾ പോലും നമുക്കാർക്കും അന്ന് ഒരു ബോധമില്ലായിരുന്നു. പുകവലി ഒരു ഹീറോയിസിൻ്റെ ഭാഗമായി കൊണ്ടു നടന്ന ഒരു ആണത്തത്തിൻ്റെ പ്രതീകമായി കൊണ്ടു നടന്ന കാലഘട്ടമുണ്ട്. പക്ഷേ ശക്തമായ ബോധവൽക്കരണയുടെ ഫലമായും ശക്തമായ നിയമ നടപടിയുടെ ഫലമായും ഇന്ന് പുകവലി വളരെ നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുകവലി ഒരു നാണം കെട്ട പരിപാടിയായിട്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണപ്പെടുന്നുണ്ട്. ഇതുപോലെ തന്നെ ഈ ഒരു പൊതുബോധം അല്ലെങ്കിൽ പൊതു അറിവ് സമൂഹത്തിൽ ഉണ്ടായാൽ നമുക്ക് ഇതൊരു വായു മലിനീകരണത്തെ പോലെയും പരിസര മലിനീകരണത്തെ പോലെയും ശബ്ദ മലിനീകരണം ഒരു മലിനീകരണമാണെന്ന് പൊതുബോധം അറിയപ്പെടേണ്ടത് ആവശ്യമാണ്. നമ്മൾക്ക് ഇത് പൊതുവായിട്ടുള്ള അറിവുള്ള രാഷ്ട്രങ്ങളിൽ നിന്നും ഈ രീതിയിലുള്ള കാരണങ്ങൾ ഉണ്ടാവുന്നില്ല. അവിടെ വാഹനങ്ങൾ പോകുന്നതിന് വളരെ നിശബ്ദമായ രീതിയിൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പോകുന്നു. ഫാക്ടറികൾ പ്രവർത്തിക്കുന്നതിന് നല്ല ശബ്ദ നിയന്ത്രിതമായ രീതിയിൽ ഫാക്ടറികൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഇത്തരം ഈ കൊളാമി പോലുള്ള പ്രവർത്തനങ്ങളൊന്നും ഈ പറഞ്ഞ വികസിത രാഷ്ട്രങ്ങളിൽ കാണാനില്ല. നമ്മൾ പ്രാകൃതമായി പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഇത് കാണുന്നത്. അതുകൊണ്ട് പൊതുജനങ്ങളുടെ ബോധവൽക്കരണമാണ് നമ്മുടെ പോലുള്ള സംഘടനകൾ ഉദ്ദേശിക്കുന്നത്. വേറെ ഒന്നുമില്ല. വലിയ സമരങ്ങളൊന്നും ചെയ്തിട്ട് ഇതിൻ്റെ വലിയ കാര്യങ്ങളിൽ ഇത് മനസ്സിലായി. ഇത് പൊതുബോധം മാറുന്നതിൽ മാത്രമേ സാധ്യമാകുള്ളൂ. ഈ പൊതുബോധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ സാധിക്കുന്നത്. എല്ലാ ജനങ്ങളും ഇതിൽ സഹകരിക്കണമെന്ന് ആവശ്യമുണ്ട്. പറ്റുമെങ്കിൽ ഈ പൊതുജനങ്ങളുടെ ഒപ്പുശേഖരണം ഞങ്ങൾ ഭരണകർത്താക്കളെ അറിയിക്കും. അല്ലെങ്കിൽ ഇത് കോടതി ലക്ഷ്യമായി ഒരു പൊതു താല്പര്യ ഹർജി പോകാനും താല്പര്യമുണ്ട്. അതിന് എല്ലാവരും സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. അടുത്ത് വേണുഗോപാൽ സാറെന്ന് സംസാരിക്കും. മുതിർന്ന വ്യക്തി നിലയിൽ ക്ഷണിക്കുകയാണ്. കട്ടി തിരക്കണം. നല്ല അത് അയക്കാം.